പവൻ സാർ പിറ്റേ ദിവസം തന്നെ ദീർഘമായിട്ടുള്ള ലേഖനം എഴുതി ഈ മാധ്യമത്തിന് അയച്ചു കൊടുത്തു. മാധ്യമം അത് പ്രസിദ്ധീകരിച്ചില്ല. അദ്ദേഹം പിറ്റേ ദിവസം കത്ത് എഴുതി എന്താണ് പ്രസിദ്ധീകരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ എഡിറ്റോറിയൽ കമ്മിറ്റി എഡിറ്റോറിയൽ പോളിസിക്ക് വിരുദ്ധമാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിന് എതിരായിട്ടുള്ള സെക്യുലറിസം ഒന്നും നമുക്കില്ല എന്ന്. പവൻ സാർ അന്ന് എഴുത്ത് നിർത്തി. അതിനുശേഷം മാധ്യമം എന്ന് പറയുന്ന ആ വ്യാജ മാധ്യമത്തിൽ ഒരു വരി പോലും പവൻ സാർ എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടക്കം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ തന്നെ സംഘടിക്കുകയും അവർ ഗവൺമെൻറ്റിലൊരു അവകാശ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഒരു പത്രിക നൽകുകയും അതൊക്കെ തന്നെ പിന്നീട് ചർച്ചയായിട്ട് മാറി. നമ്മുടെ സമൂഹം തന്നെ ഇന്ന് സെക്സ് വർക്കേഴ്സിനെ കുറച്ചുകൂടി അനുതാപപൂർണ്ണമായ രീതിയിൽ കാണുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു. സ്ത്രീകളുടെ ചരിത്രം പരിശോധിക്കുന്ന ഒരു ഏലസ്, ഇവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു സ്വർണ്ണ വ്യാപാര സ്ഥാപനം, അത് ഏലസ് പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പന കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി IPS കാരൻ വരികയും ആ വേദിയിൽ മുന്നിൽ പോയതുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിക്കുകയും അദ്ദേഹത്തെ ബലമായിട്ട് പോലീസുകാർ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ അന്നൊന്നും അതിനെതിരെ ഈ പവനൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. ശബരിമല കേസ് നമുക്ക് 1998 ഈ ഹിൽ ടോപ്പിൽ അപകടം ഉണ്ടാകുന്നത്. 54 പേര് മരിച്ചു. ഈ 54 പേരിൽ 3 മലയാളികളുണ്ടായിരുന്നു. കേരള സമൂഹത്തിന് ഇത് തട്ടിപ്പാണെന്ന് കേരള യുക്തിവാദി സംഘം എക്സ്പോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അവിടുത്തെ അന്ന് മരിച്ചതിൽ ഈ 54 പേര് മരിച്ചതിൽ 3 പേരും മാത്രം മലയാളികളായത്. കേരള യുക്തിവാദി സംഘം ഈ 1980 ഇത് ആദ്യം പോകുമ്പോൾ നായനാരാണ് മുഖ്യമന്ത്രി. അന്ന് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഫോട്ടോ എടുക്കാൻ കഴിച്ചു. ഒരു സമാന്തരമായിട്ട് ഈ മകരവിളക്ക് കത്തിച്ചു. അന്ന് റേഡിയോയിലൊക്കെ തന്നെ വന്നു. ഈ പ്രാവശ്യം 1 അല്ല 2 അല്ല 3 മകരജ്യോതി എന്ന് പറഞ്ഞ് വാർത്ത വന്നു. പക്ഷേ പിറ്റേ വർഷമായപ്പോഴത്തേക്കും കരുണാകരൻ മുഖ്യമന്ത്രിയായി വളരെ രൂക്ഷമായിട്ട് ലാത്തി ചാർജും മർദ്ദനവും ഒക്കെ ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് കയറാൻ കഴിച്ചിട്ടില്ല. പിന്നീട് അവിടെ പ്രൊട്ടക്ഷൻ വന്നു. ഞങ്ങൾ പോയിട്ട് അച്യുതാനന്ദനെ കണ്ടിട്ട് ഇത് ബ്രീഫ് ചെയ്തു. ഈ രേഖകളൊക്കെ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഈ സുഗതകുമാരി ടീച്ചർ എഴുതിയ ലേഖനവും N കൃഷ്ണനായർ എഴുതിയ ലേഖനം ഒക്കെ തന്നെ അദ്ദേഹം എല്ലാം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഗവൺമെൻറ് സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഇത് സർക്കാർ കത്തിക്കുന്നതാണ്, ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണ്, പോലീസ് പ്രൊട്ടക്ഷൻ കത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം ഫയൽ ചെയ്തു ഹൈക്കോടതിയിൽ. അതോടുകൂടി കേരള യുക്തിവാദി സംഘം ആ കേസ് അവസാനിപ്പിച്ചു. 22 മണിക്കൂർ പ്ലെയിനിൽ യാത്ര ചെയ്ത് വന്നിട്ട് ഈ പൊന്നമ്പലമേട്ടിൽ പോയിട്ട് പൊന്നമ്പലമേട്ടിൽ കത്തിക്കുന്ന ദിവ്യജ്യോതി അയാൾ അവിടെ നിന്ന് കണ്ടു എന്ന് കുറ്റം പറയാൻ ഫിസിക്സ് സയൻറ്റിസ്റ്റാണ്. ഈ ചെങ്ങന്നൂർ സ്ഥലമുണ്ട്, ചെങ്ങന്നൂരടുത്തൊരു ദേവിയുണ്ട്, ദേവി തൃപ്പൂത്തവും എന്ന് മെൻസസവും. ഈ കരിങ്കല്ല് മെൻസസാവുന്ന പരിപാടി കേരളത്തിൽ മാത്രമുണ്ട്. ഒരു മന്ത്രി പോയിട്ട് അമൃതാനന്ദമയി എന്ന് പറയുന്ന മനുഷ്യദൈവത്തെ ചുംബിക്കുന്ന ആ ചിത്രം അവിടെ പോയിട്ട് ആദരിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അത് അശ്ലീലമാണെന്ന് തുറന്നെഴുതാനുള്ള ആത്മാഭിമാനമുള്ള ഒരാൾ പോലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ കേരള സംഘം പ്രതിഷേധിച്ചു. ഗംഗമാഷും TK ശക്തിധരനും കൂടി പ്രതിഷേധിച്ചു, നമ്മളെ കൂടി പ്രതിഷേധിച്ചു. പക്ഷെ അതിനൊരു വാല്യൂ കുറവുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പ്രതിഷേധിക്കേണ്ട വേറെ പലരുണ്ട്, ആരും പറഞ്ഞില്ല. ഹൈന്ദവ വേദങ്ങളുടെ 6ാം കണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജ്യോത്സ്യം ഇന്ത്യയിലെ സർവകലാശാലകളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ച മാനവശേഷി വികസന മന്ത്രിക്കും UGC അധികാരികൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക സ്വഭാവ വിശേഷമായ മതേതരത്വം അറിയില്ല എന്ന് ധരിക്കുന്നത് വിഡ്ഢിതമായിരിക്കും. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സെമിറ്റിക് മതങ്ങൾ ഹൈന്ദവ വർഗീയതയ്ക്ക് മാതൃകയും പ്രചോദനവുമായി. സംഘടിത സെമിറ്റിക് മതങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വോട്ട് ബാങ്കുകളായി രൂപാന്തരപ്പെടുകയും അതിൻ്റെ ബലത്തിൽ അവർ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തപ്പോൾ അസംഘടിതമായ ഹിന്ദു ജനസമൂഹം സെമിറ്റിക് മതവൽക്കരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അദ്ദേഹം പവനൻ ആ വാച്ച് വെച്ചിട്ട് EMSൻ്റെ കൈക്കൊട്ടി കൊടുത്തു. അപ്പോൾ EMS ഇങ്ങനെ വാച്ച് പോയിക്കൊണ്ടിരുന്നു. അവസാനം 11:30 കഴിഞ്ഞിട്ടാണ് ARMൻ്റെ. കാരണം എന്താ, ഈ വെള്ളിയാഴ്ച 10:30 മുതൽ 11:30 വരെ രാഹുകാലമാണ്. അത് ഏപ്രിൽ 5 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ARMേനോ ഈ രാഹുകാലം കഴിയാൻ വേണ്ടി പുള്ളി വീട്ടിലിരിക്കുകയായിരുന്നു. ഈ സാഹിത്യ അക്കാദമി ആക്കുന്നത് പവനൻ്റെ 8 വർഷത്തെ സെക്രട്ടറി കാലമാണ്. അന്ന് അദ്ദേഹം ഇത് രേഖിച്ച് പറഞ്ഞ പോലെ ഈ ഹോള് പണിതു. അവിടെ നമ്മൾ കനായി കുഞ്ഞിരാമൻ്റെ ശില്പം ഉണ്ടാക്കി. ഇവിടെ നിന്നായിരുന്നു വാതിൽ, സ്റ്റേജ് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് വളരെ വ്യക്തമായിട്ടും കയറി നിന്നിട്ട് സ്റ്റേജിലേക്ക് കാണാം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം, അപ്പോഴാണ് സ്റ്റേജ് കാണാൻ പറ്റുള്ളൂ. കാരണം മറ്റത് പടിഞ്ഞാട്ടാണ്, ഇതിപ്പോൾ കിഴക്കോട്ടായി. ഈ കിഴക്കോട്ടാക്കിയ സമയത്ത് ഇരുന്ന ഭാരവാഹി ആരായിരുന്നു, ഇതിൻ്റെ മന്ത്രി ആരായിരുന്നു ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വിവാദവും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും 1969 നമ്മളുടെ സംഘടന സ്ഥാപിതമാകുന്നത്. ആ ഇവിടെ ശ്രീരേഖ ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ ആ തിരുവനന്തപുരത്ത് പവൻ സാറിൻ്റെ വീട്ടിൽ നടന്ന ചർച്ചകളുടെ ഒരു റിസൾട്ടായിട്ട്, ഒരു ഫലമായിട്ട് 1969 സംഘടന രൂപം കൊള്ളുകയാണ്. അന്ന് M. പ്രഭ, അദ്ദേഹം ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്നു, ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ മുൻ ചെയർമാനായിരുന്നു. പ്രൊഫസറാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ്. അങ്ങനെ 69 സ്ഥാപിതമായ സംഘടന പതുക്കെ വളർന്ന് പിന്നീട് കലാനന്ദ മാഷ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നതോട് കൂടിയിട്ട് ആ സംഘടനയ്ക്ക് കുറച്ചുകൂടി
വളർച്ച വരികയും പിന്നീട് 78 പാലക്കാട് നടന്ന 5ാം സംസ്ഥാന സമ്മേളനത്തിലാണ് പവൻ സാർ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത് ആദ്യമായിട്ട്. പിന്നീട് അങ്ങോട്ട് 2001 സംഘടനാ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് വരെ ആ 23 വർഷത്തിൽ 13 വർഷം അദ്ദേഹം സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്കറിയാം പവൻ സാറിന് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയൊരു ഇടമുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും സംഘടനയുടെ വളർച്ചയിലും സംഘടനയുടെ പല കാര്യങ്ങളിലും അത് ഗുണകരമായിട്ടുണ്ട്. അദ്ദേഹം ആ ബന്ധങ്ങളൊക്കെ തന്നെ കൂടുതൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു സംഘാടകൻ കൂടിയായിരുന്നു പവൻ മാഷ്. വളരെ ലളിതമായിട്ട് ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം ഈ യാത്രാ ചെലവൊന്നും തന്നെ അദ്ദേഹം മേടിക്കാറില്ല. അങ്ങനെ എല്ലാ രീതിക്കും സംഘടനയോട് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ പോലും അദ്ദേഹം ഈ സ്ഥിരമായിട്ട് 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം സ്ഥിരമായിട്ട് ഈ മാധ്യമം ആഴ്ചപ്പതിപ്പ്, നമുക്കറിയാം മാധ്യമം എന്ന് പറഞ്ഞാൽ കാപട്യമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഈ മാധ്യമം. അതിനകത്ത് ഒരു ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളെ വെച്ചുകൊണ്ട് വർഗീയത പറയുന്ന ഒരു മാധ്യമമാണ് മാധ്യമം പത്രവും. അതിൽ മാധ്യമം ഈ ആഴ്ചപ്പതിപ്പൊക്കെ തന്നെ ഈ മാധ്യമത്തിൽ അദ്ദേഹം സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ യുക്തിവാദി സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് ജബ്ബാർ മാഷ് ഈ വിഷയം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ മാധ്യമം നമ്മൾ കാണുന്ന മാതിരിയല്ല, നമ്മളുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ പവൻ മാഷിനകത്ത് എഴുതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ശ്രീ രാജഗോപാൽ വാഗ്ദാനമുണ്ട്, രാജഗോപാലുണ്ട്, ആ കമ്മിറ്റിയിൽ ഞാനൊക്കെ ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള അത് പവൻ സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പവൻ സാർ സ്ഥിരമായിട്ട് എഴുതുന്നൊരു മാധ്യമമാണ്. അദ്ദേഹം അത്യാവശ്യം കാശും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പവൻ സാർ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പവൻ സാർ ഭയങ്കരമായിട്ട് തർക്കിച്ചു. പക്ഷേ പിന്നീട് ആ സമയത്തൊരു യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം വന്നു. അപ്പോൾ ജബ്ബാർ മാഷ് ചോദിച്ചു, സാറൊരു കാര്യം ചെയ്യുക, ഒരു ലേഖനം എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക, ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞ് ശരിയാണെന്ന് ഞാൻ പറയാൻ നോക്കും. പവൻ സാർ പിറ്റേ ദിവസം തന്നെ ദീർഘമായിട്ടുള്ള ലേഖനം എഴുതി ഈ മാധ്യമത്തിന് അയച്ചു കൊടുത്തു. മാധ്യമം അത് പ്രസിദ്ധീകരിച്ചില്ല. അദ്ദേഹം പിറ്റേ ദിവസം കത്ത് എഴുതി എന്താണ് പ്രസിദ്ധീകരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിക്ക് വിരുദ്ധമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിന് എതിരായിട്ടുള്ള സെക്യുലറിസം ഒന്നും നമുക്കില്ല എന്ന്. പവൻ സാർ അന്ന് എഴുത്ത് നിർത്തി. അതിനുശേഷം മാധ്യമം എന്ന് പറയുന്ന ആ വ്യാജ മാധ്യമത്തിൽ ഒരു വരി പോലും പവൻ സാർ എഴുതിയിട്ടില്ല. നമുക്കറിയാം ഈ കേരളത്തിൽ യുക്തിവാദികളുടെ പ്രസക്തിയെക്കുറിച്ച് ഒരു പരമ്പരയോ ഒരു ആഴ്ചപ്പതിപ്പിൽ ഒരു മുഖചിത്രം വെച്ചുകൊണ്ട് യുക്തിവാദത്തിൻ്റെ പ്രസക്തി, അതിനകത്ത് യുക്തിവാദി സംഘത്തിൽപ്പെട്ട ഒരാളുടെ ലേഖനങ്ങളും അതിനകത്തില്ല. അത് പവൻ സാർ ജീവിച്ചിരിക്കണവരാ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അങ്ങനെ ആ ഏത് രംഗത്താണല്ലോ അദ്ദേഹത്തിനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അദ്ദേഹം എത്രമാത്രം സമുന്നതനായിട്ടുള്ള നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിനൊരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ആ ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം മാറില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ഈ സെക്സ് വർക്കേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ജാഥ നടത്തി. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ പവൻ സാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഈ ലൈംഗിക തൊഴിലാളികളെക്കുറിച്ച് ഇന്ന് ഉള്ള നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാർക്ക് ഉള്ള അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു മാന്യതയൊന്നും അന്ന് കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടക്കം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ തന്നെ സംഘടിക്കുകയും അവർ ഗവൺമെൻറ്റിലൊരു അവകാശ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഒരു പത്രിക നൽകുകയും അതൊക്കെ തന്നെ പിന്നീട് ചർച്ചയായിട്ട് മാറുകയും നമ്മുടെ സമൂഹം തന്നെ ഇന്ന് സെക്സ് വർക്കേഴ്സിനെ കുറച്ചുകൂടി അനുതാപപൂർണ്ണമായിട്ട് രീതിയിൽ കാണുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു. പക്ഷേ ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആളാണ് പവൻ സാർ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പോലെ പ്രത്യക്ഷ സമരത്തിൽ വിശ്വസിച്ച ആളായിരുന്നു. ഈ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയി 8 വർഷം ഇരുന്നയാൾ, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് 2 വർഷം ഇരുന്നയാൾ ഇവിടെ ഒരു എഴുത്തിനെടുത്ത എന്ന് പറയുന്ന പരിപാടി നടത്തിയപ്പോൾ അദ്ദേഹം നമ്മളൊക്കെ വിളിച്ചുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ പന്തലിട്ട് സത്യാഗ്രഹം ചെയ്തു, സമരം ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പണ്ടേ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ അന്നത്തെ ഉത്തരമേഖല IG ആയിരുന്ന N കൃഷ്ണമൂർത്തി IPS, അദ്ദേഹം ഈ സ്ത്രീകളുടെ ചരിത്രം പരിശോധിക്കുന്ന ഒരു ഏലസ്, ഇവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു സ്വർണ്ണ വ്യാപാര സ്ഥാപനം, അത് ഏലസ് പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പന കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി IPSകാരൻ വരികയും ആ വേദിയിൽ മുന്നിൽ പോയതുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിക്കുകയും അദ്ദേഹത്തെ ബലമായിട്ട് പോലീസുകാർ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ അന്നൊന്നും അതിനെതിരെ ഈ പവനൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല, ഒരു സാഹിത്യകാരും ഉണ്ടായിട്ടില്ല. സുമാരടിക്കോട് അടക്കമുള്ളവർ 1.5 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തി അന്ന് എന്തോ ഒരു ആകർഷണം എന്തായെന്ന് ഞാൻ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇതാണ് ഭാര്യയുടെ ചാരിത്രം പരിശോധിക്കുന്ന ഒരു ഏലസ്. ഇത് ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയുടെ ചാരിത്രം അറിയാൻ പറ്റുന്ന പറഞ്ഞത്. ഇത് പത്രത്തിൽ എഴുതി പരസ്യം ചെയ്യുകയാണ്. ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതി. ഇതുപോലെ തന്നെ അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ശബരിമല കേസ് നമുക്ക് 1998
ഈ ഹിൽ ടോപ്പിൽ അപകടം ഉണ്ടാകുന്നത്. 54 പേര് മരിച്ചു. ഈ 54 പേരിൽ 3 മലയാളികളുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 26 പേര് ആന്ധ്രക്കാർ, 18 പേര് കർണാടകക്കാർ, പിന്നെ തമിഴന്മാർ. ഇവർ ഓടി ചവിട്ടിക്കൊന്ന കച്ചവടക്കാരൊക്കെയാണ് ഈ 3 മലയാളികൾ. അപ്പോൾ ഈ മകരവിളക്കിൻ്റെ അന്ന് ഇത് ഗവൺമെൻറ് കത്തിക്കുന്നതാണെന്നുള്ള മലയാളികൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മലയാളികളാരും അന്നവിടെ ഉണ്ടാവാതിരുന്നത്. പക്ഷേ അതിനുശേഷം അന്ന് ആ സംഭവം ഉണ്ടായ ഉടനടി സാറിന് തോന്നി ഇത് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. അന്ന് തന്നെ പിറ്റേ ദിവസം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ എറണാകുളത്തിന് വരുന്നുണ്ട്, നമുക്ക് ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുക്കണം, ഒരു വക്കീലിനെ സംഘടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ആലോചിച്ചു. അന്ന് KS മധുസൂദനൻ, അദ്ദേഹം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം പഴയ നക്സൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് കുറേ ആൾ മജിസ്ട്രേറ്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം അഭിഭാഷകനാണ്. അപ്പോൾ പവന സാറും അന്ന് AV ജോസേട്ടന് ഒരു അംബാസഡർ കാറുണ്ട്, ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള അംബാസഡർ കാറുണ്ട്. ഈ കാറിനകത്ത് ഡ്രൈവറെയും കൂട്ടി ഇവർ വരുന്നു. ഞാൻ പാലാരിവട്ടത്ത് കാത്തു നിൽക്കുന്നു. ആ കാറിൽ ഞാനും കയറുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പിറ്റേ ദിവസം ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ ഒരു ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 1980-ലും 81-ലും കേരള യുക്തിവാദി സംഘം ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ട്, അവിടെ ധനുവച്ചൻ സുമാരൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ പോയി അവിടെ മർദ്ദനമേറ്റ ആൾക്കാരാണ്, ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ദിവ്യാത്ഭുത അനാവരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിവസം ഈ 54 പേര് മരിച്ചിട്ട് അതിനകത്ത് 3 മലയാളികൾ ഉണ്ടാവാൻ കാരണം കേരള സമൂഹത്തിന് ഇത് തട്ടിപ്പാണെന്ന് കേരള യുക്തിവാദി സംഘം എക്സ്പോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അവിടുത്തെ അന്ന് മരിച്ചതിൽ ഈ 54 പേര് മരിച്ചതിൽ 3 പേര് മാത്രം മലയാളികളായത്. പക്ഷേ അന്ന് ഈ കേരള യുക്തിവാദി സംഘം ഈ 1980-ൽ ഇത് ആദ്യം പോകുമ്പോൾ അന്ന് നായനാരാണ് മുഖ്യമന്ത്രി. അന്ന് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഫോട്ടോ എടുക്കാൻ കഴിച്ചു. ഒരു സമാന്തരമായിട്ട് ഈ മകരവിളക്ക് കത്തിച്ചു. അന്ന് റേഡിയോയിലൊക്കെ തന്നെ വന്നു. ഈ പ്രാവശ്യം 1 അല്ല 2 അല്ല 3 മകരജ്യോതി എന്ന് പറഞ്ഞ് വാർത്ത വന്നു. പക്ഷേ പിറ്റേ വർഷമായപ്പോഴത്തേക്കും കരുണാകരൻ മുഖ്യമന്ത്രിയായി വളരെ രൂക്ഷമായിട്ട് ലാത്തി ചാർജും മർദ്ദനവും ഒക്കെ ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് കയറാൻ കഴിച്ചിട്ടില്ല. പിന്നീട് അവിടെ പ്രൊട്ടക്ഷൻ വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ 98-ൽ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിലപാടൊക്കെ തന്നെ വളരെ മോശമായിരുന്നു. ഇതെന്തോ ദിവ്യമായിട്ടുള്ള കാര്യമാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രീതിയിലൊക്കെയാണ് ഹൈക്കോടതി ജഡ്ജിമാർ പോലും നിലപാടെടുത്തത്. പക്ഷേ പവൻ സാർ വളരെ ശക്തമായിട്ട് നിന്നു. അതിനകത്ത് കൃത്യമായിട്ടുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അതിനെ തുടർന്നിട്ടാണ് ഗവൺമെൻറ് ജസ്റ്റിസ് പി ചന്ദ്രശേഖര മേനോനെ അധ്യക്ഷനായിക്കൊണ്ട് ഒരു കമ്മീഷൻ വെച്ചത്, ഏകാംഗ കമ്മീഷനെ വെച്ച് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ കമ്മീഷന് മുമ്പ് ഏതാണ്ട് ഒരു 46 പ്രാവശ്യം ഞാൻ സംഘത്തിന് വേണ്ടി ഹാജരായി. അപ്പോൾ നമ്മൾ ഈ തെളിവുകളൊക്കെ കൊടുത്തു, ഇത് കത്തിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് വരുന്ന മകരവിളക്കിന് ഒരു ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിഭാഷക കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ പൊന്നമ്പലമായിട്ട് വിസിറ്റ് ചെയ്യണമെന്നൊരു ഹർജി കൊടുത്തു. അത് ചന്ദ്രശേഖരൻ അംഗീകരിച്ചില്ല. തന്നെയല്ല, അന്ന് പവൻ സാർ കേസ് കൊടുക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ DGP ആയിരുന്ന N കൃഷ്ണൻ നായർ സർവീസ് സ്റ്റോറി എഴുതിയപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചതിനകത്ത് ഈ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ സാധനം കത്തിക്കുന്നതാണെന്ന്. അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചർ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് കത്തിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോ അത് കത്തിക്കുന്ന കണ്ട ഏതോ പോലീസുകാരോ സുകുമാരി ടീച്ചറുടെ അടുത്ത് നേരിട്ട് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇവരെ 2 പേരും നമ്മൾ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊല്ലത്ത് പോകുന്നു. അന്ന് ആശ്രമം ഫാസി എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ സുഹൃത്ത്. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോരെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം കൊല്ലത്തെത്തി ഞാൻ ഫോൺ ചെയ്തപ്പോൾ കൃഷ്ണനായർ സാറ് പറഞ്ഞു, ഞാൻ അങ്ങനെ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ എന്നോട് ചോദിക്കാതെ എൻ്റെ ലേഖനം പവനൻ കേസിനകത്ത് ഒരു ഡോക്യുമെൻ്റ് ആക്കി കൊടുത്തു, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഒരു മുട്ടായി കുത്തി, അത്രേ ഉള്ളൂ. പിന്നീട് സുഗതകുമാരി ടീച്ചറാണ്. ടീച്ചറുടെ അടുത്ത് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഞാനും അന്ന് മുഹമ്മദ് ഖാൻ സംഘടനയുടെ സംസ്ഥാന ട്രഷററാണ്. ഞാനും മുഹമ്മദ് ഖാനും കൂടിയിട്ട് സുഗതകുമാരി ടീച്ചറെ വീട്ടിൽ പോയി. ടീച്ചർ പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, കുട്ടി അത് നമുക്ക് കുറേ പേര് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലേ, ഞാനിനി ഒന്ന് കമ്മീഷനിൽ പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അതുകൊണ്ട് എന്നെ കുട്ടികളാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന നല്ല വാക്ക് പറഞ്ഞ് ടീച്ചർ ഞങ്ങളെ തിരിച്ചയച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാഹിത്യകാരന്മാരൊക്കെ തന്നെ കാര്യത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഇവരാരും രംഗത്ത് വരില്ല. അത്യാവശ്യം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ആളുകൾ പോലും സത്യം വന്ന് കമ്മീഷന് മുമ്പാകെ പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ അന്ന് നമ്മൾ വിസ്തരിച്ചു. നമ്മുടെ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന J. ലളിതാംബിക IAS, അവർ വിസ്തരിച്ചു. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ശബരിമലയിൽ നിൽക്കുമ്പോൾ അവിടെ ഇവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പൊന്നമ്പലമായിട്ടുള്ള ഇത് കത്തണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് നോക്കാറില്ല എന്നും പറഞ്ഞു. ഞാൻ ഈ ശബരിമലയ്ക്ക് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാപട്യത്തിൻ്റെ ഒരു പരമ്പരയായിരുന്നു. ഏതായാലും കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ആ കമ്മീഷനകത്ത് കേരള യുക്തിവാദി സംഘം എടുത്ത സ്റ്റാൻഡിനെ കുറിച്ചു. അപ്പോൾ ഇനി അതിനകത്ത് അവസാനത്തൊരു ചോദ്യമുണ്ട്, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് നമ്മുടെ ഒരു ആൻസർ ഉണ്ട്, ഈ കത്തിക്കൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും അതടക്കം കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ കമ്മീഷൻ റിപ്പോർട്ട് ക്യാബിനറ്റിൽ വന്നു, അതേപടി താഴോട്ട് പോയി. പിന്നെ അത് അസംബ്ലിയിൽ വെച്ചില്ല,
അസംബ്ലിയിൽ വെച്ചു, പക്ഷേ പിന്നീട് വെളിച്ചം കണ്ടില്ല. അതിൻ്റെ ഒരു കാര്യവും നടപ്പാക്കിയില്ല. പിന്നീട് 98 നടന്നെങ്കിൽ 2011 അന്ന് പുൽമേടിൽ സമാന്തരമായിട്ടുള്ള ദുരന്തമുണ്ടായി. 102 പേര് മരിച്ചു. 102 പേര് മരിച്ചു. അപ്പോഴേക്കും പവനും മരിച്ചിരുന്നു. നമ്മൾ സംഘടന വീണ്ടും ആ കേസ് കൊടുത്തു. അതുപോലെ തന്നെ ശ്രീനി പട്ടത്താനവും കേസ് കൊടുത്തു. ആ കേസിനകത്താണ് അച്യുതാനന്ദൻ ഗവൺമെൻറ് അവസാന കാലമാണത്. അപ്പോൾ കലാനാഥൻ മാഷും ഞാനും പിന്നെ 1-2 പേര് കൂടിയുണ്ട്, ഒരു പക്ഷേ ധരിച്ചവരും ആരൊക്കെ ആയിരിക്കും. ഞങ്ങൾ പോയിട്ട് അച്യുതാനന്ദനെ കണ്ടിട്ട് ഇത് ബ്രീഫ് ചെയ്തു. ഈ രേഖകളൊക്കെ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഈ സുഗതകുമാരി ടീച്ചർ ചെയ്ത ലേഖനവും എൻ കൃഷ്ണനായർ ചെയ്ത ലേഖനം ഒക്കെ തന്നെ അദ്ദേഹം ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഗവൺമെൻറ് സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഇത് സർക്കാർ കത്തിക്കുന്നതാണ്, ഇത് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണ്, പോലീസ് പ്രൊട്ടക്ഷനിൽ കത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം ഫയൽ ചെയ്തു ഹൈക്കോടതിയിൽ. അതോടുകൂടി കേരള യുക്തിവാദ സംഘം ആ കേസ് അവസാനിപ്പിച്ചു. എന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യം എന്തായിരുന്നു? സയൻറ്റിഫിക് ടെമ്പറിന് വിരുദ്ധമായിട്ട് ആർട്ടിക്കിൾ 51(a)(h) വിരുദ്ധമായിട്ട് ഇത് ഗവൺമെൻറ് കത്തിക്കുന്നത് അവസാനിപ്പിക്കണം, ദേവസ്വം ബോർഡ് കത്തിക്കുന്നത് അവസാനിപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അവർ പറയണം. അവർ പറഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ കേസ് എടുത്തു. പക്ഷേ ഇപ്പോഴും അവർ കത്തിക്കുന്നുണ്ട്. ആളുകൾ പൊട്ടന്മാരിങ്ങനെ ഈ രാജ്യം ഇപ്പോൾ അമേരിക്ക എന്നൊക്കെ എന്നാൾ ഒരാൾ ഏതോ അമേരിക്ക സ്റ്റേറ്റിൽ നിന്ന് 22 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന് അയാൾ പൊന്നമ്പലം ഈ സാധനം കണ്ടു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടായിരുന്നു. 22 മണിക്കൂർ പ്ലെയിനിൽ യാത്ര ചെയ്ത് വന്നിട്ട് ഈ പൊന്നമ്പലമേട്ടിൽ പോയിട്ട് പൊന്നമ്പലമേട്ടിൽ കത്തിക്കുന്ന ദിവ്യജ്യോതി അയാൾ അവിടെ നിന്ന് കണ്ടു എന്ന് കുറ്റം പറയുക. ഫിസിക്സ് സയൻറ്റിസ്റ്റാണ്. ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾ ചെയ്ത പണിയെ പറഞ്ഞത്, അയാൾ എഴുതിയ ഫേസ്ബുക്കിൽ. ഇതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ പവൻ ഇടപെട്ടൊരു കാര്യം പറയാം. ഈ ചെങ്ങന്നൂർ സ്ഥലമുണ്ട്, ചെങ്ങന്നൂർ അടുത്തൊരു ദേവിയുണ്ട്, ദേവി തൃപ്പൂത്തവും എന്ന് പറഞ്ഞാൽ മെൻസസവും. ഈ കരിങ്കല്ല് മെൻസസാവുന്ന പരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പണ്ടത് മാസത്തിലൊരിക്കലായിരുന്നു. ഇപ്പോൾ അത് 2 പ്രാവശ്യമാവും. അപ്പോൾ ഈ ചേല തലേ ദിവസം പൂജാരി വന്നിട്ട് ഈ അരയിൽ ചേല ഇട്ട് വയ്ക്കും. പിറ്റേ ദിവസം നനഞ്ഞിരിക്കും. പിറ്റേ ദിവസം ലേലം ചെയ്യും. ഈ ലേലത്തിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ലേലത്തിൽ ഭയങ്കര തിരക്കിനകത്ത് ലേലം വന്നിട്ട് അവിടെ തിക്കും തിരക്കിൽ പെട്ട് ഒരാളുടെ കൈ ഒടിഞ്ഞു. ആരാന്നറിയാമോ? മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി. ഇത് സാധനം ലേലം പിടിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ അത് ലേലമല്ല, ഇപ്പോൾ ഓൺലൈനിൽ ലേലമാണ്. അതുകൊണ്ട് 2036 വരെ ഉള്ളത് ബുക്ക്ഡാണ്. നിങ്ങൾ നോക്കിയ സൈറ്റിൽ 2036 വരെ ഈ ചേല ബുക്ക്ഡാണ് സാംസ്കാരിക കേരളത്തിൽ. പക്ഷേ ഇതിനെതിരൊന്നും ആരും പറയില്ല. യുക്തിവാദികൾ മാത്രം എന്തെങ്കിലുമൊക്കെ പറയും, വേറെ ആരും കേൾക്കില്ല. ഇവിടെ ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പച്ച യാഥാർത്ഥ്യങ്ങൾ പറയില്ല. അവിടെയാണ് ഇവിടെ ഇപ്പോൾ ചോദിച്ച പോലെ പൂനൻ റഷീദ് ചോദിച്ച മാതിരി പവനനുണ്ടായിരുന്നെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ MP സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഈ ഒരു മന്ത്രി പോയിട്ട് അമൃതാനന്ദമയി എന്ന് പറയുന്ന മനുഷ്യദൈവത്തെ ചുംബിക്കുന്ന ആ ചിത്രം അവിടെ പോയിട്ട് ആദരിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അത് അശ്ലീലമാണെന്ന് തുറന്നെഴുതാനുള്ള ആത്മാഭിമാനമുള്ള ഒരാൾ പോലും കേരളത്തിൽ, അറിയപ്പെടുന്ന ഒരാൾ, കേരള സംഘം പ്രതിഷേധിച്ചു. ഗംഗമാഷും TK ശക്തിധരനും കൂടി പ്രതിഷേധിച്ചു, നമ്മളെ കൂടി പ്രതിഷേധിച്ചു. പക്ഷേ അതിനൊരു വാല്യൂ കുറവുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പ്രതിഷേധിക്കേണ്ട വേറെ പലരുണ്ട്, ആരും പറഞ്ഞില്ല. പവനുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇത് അശ്ലീലമാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു, വാർത്തയും വന്നേനെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പവനൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. 22ാം സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത്. അപ്പോഴേക്കും അദ്ദേഹം ഓർമ്മ കുറഞ്ഞിരുന്നു. പതുക്കെ ഓർമ്മ ഈ പറഞ്ഞ പോലെ എല്ലാം ചേച്ചി പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരിക്കൽ 9000 പേരങ്ങ് മറന്നുപോയി. വളരെ 9000 പേര് മറന്നുപോയി അദ്ദേഹം. അത്രയ്ക്ക് മാത്രം ഓർമ്മയുടെ പ്രശ്നം വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ടാണ് സംസ്ഥാന സമ്മേളനം ഒക്ടോബറിൽ. അദ്ദേഹം ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കുണ്ടുവാറ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. പുള്ളി ഇങ്ങനെ സാറിങ്ങനെ എഴുന്നിട്ട് കുറച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തന്നെ അദ്ദേഹത്തിന് വായിക്കാനൊന്നും പറ്റില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാനത് കംപ്ലീറ്റ് എഴുതിയെടുത്തിട്ട് ഇവിടെ റൗണ്ടിൽ കൊണ്ടുവന്നൊരു DTP സെൻറ്ററിൽ കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞു. പുള്ളി കോഴിക്കോട് വന്നിട്ട് സ്റ്റേജിൽ കയറി അധ്യക്ഷപ്രസംഗ സമയമായി. പക്ഷേ അദ്ദേഹത്തിന് വായിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെട്ടു. അദ്ദേഹം എന്നെ വിളിച്ചു, ഇവിടെ താനൊന്ന് വായിച്ചാൽ മതി, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തോട് ഞാനാണത് വായിച്ചത്, ആ പ്രസംഗം. അതുകൊണ്ട് അതിനകത്ത് ഞാനത് എഴുതിയെടുത്തത് ഞാനാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രം, ഒറ്റ പാരഗ്രാഫ് എന്താണെങ്കിൽ, ഈ പരിപാടി ഇതിപ്പോൾ നമ്മളിപ്പോൾ 80 പേര് 100 പേരല്ല കാണുന്നുള്ളൂ. ഇത് ഈ യൂട്യൂബിൽ വരും, 10,000-കണക്കിന് ആൾക്കാർ ഇത് കാണും. നമ്മുടെ ഇന്നത്തെ നടന്ന എല്ലാം കാണും, ഇനി വരുന്ന പ്രസംഗങ്ങളും കാണും. ചിലപ്പോൾ ഇവിടുന്ന് ആളുകൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യയുടെ പ്രത്യേകത കൊണ്ട് ഇതൊക്കെ തന്നെ റെക്കോർഡാണ്, ഡോക്യുമെൻ്റ് ചെയ്യാണ് ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ ചാനൽ 31.8 തന്നെ 13.8 ഇത് വരും. അപ്പോൾ ഞാൻ അതുകൊണ്ടുകൂടിയാണ് ഞാനത് വായിക്കുന്നത്. അദ്ദേഹം 2001 ഒക്ടോബറിൽ എഴുതിയതാണ് കേട്ടോ. മതേതരത്വം എന്നാൽ മതത്തിൻ്റെ പേരിൽ എന്ത് തോന്നിവാസവും അനുവദിക്കുക എന്നതാണ് ഭരണകൂടങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മതനിരപേക്ഷമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്നാൽ
മതത്തെ ഭരണകൂടവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തുക എന്ന അതിഭീകരമായിട്ടൊരു പരീക്ഷണമാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വേദങ്ങളുടെ 6ാം കണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജ്യോത്സ്യം ഇന്ത്യയിലെ സർവകലാശാലകളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ച മാനവശേഷി വികസന മന്ത്രിക്കും UGC അധികാരികൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക സ്വഭാവ വിശേഷമായ മതേതരത്വം അറിയില്ല എന്ന് ധരിക്കുന്നത് വിഡ്ഢിതമായിരിക്കും. ഇത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ട തന്നെയാണ്. ഇങ്ങനെ ഭൂരിപക്ഷ വർഗീയതയുടെ വിഷവിത്തുകൾ ഇന്ത്യൻ ഭരണഘടനയെയും ഭരണകൂടത്തെയും ഗ്രസിക്കുമ്പോൾ ഇവർക്ക് പ്രചോദനം നൽകിയത് ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയതയാണെന്നുള്ള സത്യം നാം കാണാതിരിക്കരുത്. പിന്നീട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സെമിറ്റിക് മതങ്ങൾ ഹൈന്ദവ വർഗീയതയ്ക്ക് മാതൃകയും പ്രചോദനവുമായി. സംഘടിത സെമിറ്റിക് മതങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വോട്ട് ബാങ്കുകളായി രൂപാന്തരപ്പെടുകയും അതിൻ്റെ ബലത്തിൽ അവർ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തപ്പോൾ അസംഘടിതമായ ഹിന്ദു ജനസമൂഹം സെമിറ്റിക് മതവൽക്കരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണമായി ബാബറി മസ്ജിദ് സംഭവ പരമ്പരകൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ നമുക്കിന്ന് ഒരു ഇസ്ലാമിക വർഗീയത എന്ന് പറയാൻ പോലും നമ്മൾക്ക് മടിയാണ്. നമ്മൾ ഇസ്ലാമിൽ വർഗീയതയുണ്ട്, ഇസ്ലാമിൽ ഭീകരതയുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ഹൈന്ദവ വർഗീയത എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ ഒരു 2 പ്രാവശ്യം പോലും ഇസ്ലാമിക വർഗീയത എന്ന് പറയില്ല. നമ്മളിപ്പോൾ ഇസ്ലാമിക വർഗീയത എന്ന് പറഞ്ഞ ഉടനെ അവൻ സംഖ്യയായിട്ട് ചാപ്പകുത്തപ്പെടും. അവിടെയാണ് പവനൻ സാറ് 24 വർഷം മുമ്പ് എഴുതിയ സാധനമായി പറഞ്ഞത്. ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ സെപ്റ്റംബർ 11 ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഭീകരവാദികളും സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം എന്ന പേരിൽ ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. ലോകത്തുള്ള ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് മനുഷ്യാവകാശം എന്ന കേവലമായ നീതി നിലവിലുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യൂറോപ്പിലെ ഇരുണ്ട കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭകൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് മതപരമായും ദൈവവിശ്വാസപരവുമായ വിശദീകരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയെ പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ഇത് അദ്ദേഹം എഴുതി ഒപ്പിട്ട് വായിച്ച അന്ന് പ്രസിദ്ധീകരിച്ചാണ് യുക്തിരേഖയിൽ. 2001 നവംബർ മാസത്തെ യുക്തിരേഖയിൽ പ്രസിദ്ധീകരിച്ചാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം കാലത്തിന് മുന്നേ നടന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാനിത് യൂട്യൂബിൽ വരുന്നതുകൊണ്ടാണ് ദീർഘമായിട്ട് പറയുന്നത്. അദ്ദേഹം ദേശാഭിമാനിയുടെ സ്റ്റാഫ് റിപ്പോർട്ടറായിരുന്നു. നമ്മൾക്കറിയാം 1ാം EMS മന്ത്രിസഭ വരുന്നത് 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. അപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നു. EMS ഉണ്ട്, ബാക്കിയുള്ള 10 മന്ത്രിമാരുണ്ട്, പവനോട് റിപ്പോർട്ടറായിട്ടുണ്ട്. പക്ഷേ ഒരാളെ എത്തിയിട്ടില്ല, ഡോക്ടർ AR മേനോൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായിരുന്നു. 10 മിനിറ്റായി, 20 മിനിറ്റായി. അപ്പോൾ സത്യപ്രതിജ്ഞ 11 മണിയിൽ നിന്ന് അടിച്ചിറക്കി ഗവർണറൊക്കെ വന്നിരിക്കുകയാണ്. 11-10 വരുന്നില്ല. അപ്പോൾ EMS ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഇരിക്കുന്നു, നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് വാച്ചില്ല. അന്ന് വാച്ച് നമുക്കറിയാലോ, വാച്ച് എന്ന് പറയുന്നത് 1957 ഒരു അപൂർവ സാധനമാണ്. അപ്പോൾ പവനൻ്റെ കയ്യിൽ അന്നൊരു ഫെവർ ലൂബ വാച്ചുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം പവനൻ ആ വാച്ച് വെച്ചിട്ട് EMSൻ്റെ കൈക്കൊട്ടി കൊടുത്തു. അപ്പോൾ EMS ഇങ്ങനെ വാച്ച് നോക്കിക്കൊണ്ടിരുന്നു. അവസാനം 11 കഴിഞ്ഞിട്ടാണ് AR മേനോൻ. കാരണം എന്താ, ഈ വെള്ളിയാഴ്ച 10 മുതൽ 11 വരെ രാഹുകാലാണ്. അത് ഏപ്രിൽ 5 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ AR മേനോൻ ഈ രാഹുകാലം കഴിയാൻ വേണ്ടി പുള്ളി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രാഹുകാലം കഴിഞ്ഞിട്ടാണ് ഈ മന്ത്രിസഭ. അതുകൊണ്ട് കാര്യം ഉണ്ടായാലും 2 വർഷം കഴിഞ്ഞ് പിരിച്ചു വിട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ പവനൻ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം കൂടി പറയാനുള്ള സമയമില്ല. അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇവരെയൊക്കെ തന്നെ ഒരുപാട് തമാശകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ട് ഒരു കൂടുതൽ എനിക്ക് ഇടപഴകാൻ അവസരം ലഭിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബേബി ചേച്ചിയുടെ ജ്യേഷ്ഠൻ CP രാമേന്ദ്രൻ, അദ്ദേഹം ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റുവുമായിട്ടും ഇന്ദിരാഗാന്ധിയൊക്കെ തന്നെ പേഴ്സണലായിട്ട്, ഈ ജവഹർലാൽ നെഹ്റുവുമായിട്ട് വളരെ പേഴ്സണലായിട്ട്, ഞാൻ ഈ വേദിയായിട്ട് പറയുന്നില്ല, പക്ഷെ അത്രയ്ക്ക് മാത്രം അവർ മേശബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയ്ക്ക് മാത്രം കാര്യങ്ങൾ അറിയാം. അതൊക്കെ തന്നെ ഇദ്ദേഹത്തിനും അറിയാം, പവൻ സാറിനും അറിയാം. ഇതൊക്കെ തന്നെ പവൻ സാറൊക്കെ കഥകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകം. പിന്നെ ഇവരുടെയൊക്കെ ഒരു കോമൺ ആളാണ് MP നാരായണപിള്ള. കല്യാണം കഴിച്ചിട്ടുള്ള പെരുമ്പാവൂരാണല്ലോ MP നാരായണപിള്ള, പെരുമ്പാവൂർ പുലുവഴി. നാരായണപിള്ള കല്യാണം കഴിച്ചിട്ടുള്ള ബേബി ചേച്ചിയുടെ മകളെയാണ്. അങ്ങനെ ബന്ധമുണ്ട്, കാലടി ബോയ് സാറായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇതൊക്കെ തന്നെ അദ്ദേഹം ഞാൻ പെരുമ്പാവൂരുകാരനായതുകൊണ്ട് നമ്മളോടൊക്കെ ഒരുപാട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനം വഹിച്ച ആളാണത്. ഈ സാഹിത്യ അക്കാദമി നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുവാണ് ഈ സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. അന്ന് ചെറിയൊരു കെട്ടിടമായിരുന്നു 60കളിൽ. അത് പിന്നീട് ഈ രീതിക്കാക്കിയത് വലിയ കെട്ടിടം പണിതും ഈ സാഹിത്യ അക്കാദമി ആക്കുന്നത് പവനൻ്റെ 8 വർഷത്തെ സെക്രട്ടറി കാലമാണ്.
അന്ന് അദ്ദേഹം ഇത് രേഖിച്ച് പറഞ്ഞ പോലെ ഈ ഹോൾ പണിതു. അവിടെ നമ്മൾ കനായി കുഞ്ഞിരാമൻ്റെ ശില്പം ഉണ്ടാക്കി. ഇവിടെ നിന്നായിരുന്നു വാതിൽ, സ്റ്റേജ് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് വളരെ വ്യക്തമായിട്ടും കയറി നിന്നിട്ട് സ്റ്റേജിലേക്ക് കാണാം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം, അപ്പോഴാണ് സ്റ്റേജ് കാണാൻ പറ്റുള്ളൂ. കാരണം മറ്റത് പടിഞ്ഞാട്ടാണ്, ഇതിപ്പോൾ കിഴക്കോട്ടായി. ഈ കിഴക്കോട്ടാക്കിയ സമയത്ത് ഇരുന്ന ഭാരവാഹി ആരായിരുന്നു, ഇതിൻ്റെ മന്ത്രി ആരായിരുന്നു ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വിവാദവും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പിന്നടത്തമാണ് കേരളത്തിൽ സാംസ്കാരിക തലത്തിലും എല്ലാ തലത്തിലും പിന്നടത്തം നടന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് സാഹിത്യ അക്കാദമിയുടെ ഈ മെയിൻ ഹാളിലെ സ്റ്റേജ്. നമുക്കതിനൊരു മാതൃകയായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടയാളാണ്. പലപ്പോഴും പല സാഹിത്യകാരന്മാരും സുമറാഴിക്കോടൊക്കെ അദ്ദേഹമായിട്ട് വളരെയധികം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ക്ഷോഭിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ മനുഷ്യദൈവങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ കുറച്ചും കൂടി മയപ്പെട്ട തീരുമാനം എടുക്കാൻ പാടില്ലേ, അമൃതാനന്ദമയി ഇങ്ങനെ വിമർശിക്കാമോ എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് കത്തുകൾ വരുന്നതൊക്കെ സാധാരണ അദ്ദേഹം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പല വലിയ സാഹിത്യകാരന്മാരൊക്കെ എഴുതിയ കത്തുകൾ, അങ്ങനെ അമൃതാനന്ദമയി നമ്മളെ വിമർശിക്കാമോ, അവരിങ്ങനെ കുറേ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ, ഇതിൻ്റെ പുറകിൽ എന്താണെന്നുള്ള അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഏതായാലും ഈ കേരള യുക്തിവാദി സംഘത്തെ ഈ രീതിക്ക് ആക്കുന്നതിൽ പവൻ സാറിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ആ അതുകൊണ്ടാണ് നമ്മൾ പവൻ സാറിൻ്റെ ജീവിതകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ തൃശ്ശൂർ ഒരു ആസ്ഥാനം വേണമെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ മന്ത്രിമാരുടെ കൂടെ സാധാരണ എപ്പോഴും റവന്യൂ മന്ത്രിമാരും CPI കാരായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ CPI മന്ത്രിമാർക്കെതിരെ പിന്നെ ബേബി ജോൺ മറ്റേ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ മുതൽ അദ്ദേഹം നടന്നു ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി കിട്ടിയില്ല. അവസാനം ഏതായാലും കേരള യുക്തിവാദി സംഘം 5 സെൻറ്റ് സ്ഥലം വാങ്ങി അതിന് പവൻ സെൻറ്റർ എന്നുള്ള പേരിട്ടിട്ട് കേരള യുക്തിവാദി സംഘത്തിൻ്റെയും യുക്തിരേഖയുടെയും അദ്ദേഹം ആരംഭിച്ചാണ് യുക്തിരേഖ. അതിൻ്റെ ഫൗണ്ടർ 84 യുക്തിരേഖ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടർ എഡിറ്ററാണ് പവൻ സാർ. അദ്ദേഹം ആരംഭിച്ച മാസികയാണത്. ആ മാസികയുടെ ഓഫീസൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കേരള യുക്തിവാദി സംഘത്തിന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്മാരകം. അത് വലിയ രീതിക്കുള്ള ഉദ്ഘാടനമൊക്കെ നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പണികൾ കഴിക്കാത്തതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അത് ഉടനടി സംഭവിക്കും. അതിന് റിനോവേറ്റ് ചെയ്തിട്ട് പവൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം.